ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് കുട്ടികളുടെ പ്രിയപ്പെട്ട ഡോനറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോനറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. ഡോനറ്റിനുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1/4 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചെറു ചൂടുവെള്ളം തന്നെ എടുക്കണം കേട്ടോ. ചൂട് കൂടിപ്പോയാലും ചൂട് ഇല്ലെങ്കിലും നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയി കിട്ടില്ല. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് പൊങ്ങി വരാൻ, അതായത് ആക്ടിവേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് മാവിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് ഡോനറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ്. ഫുൾ ഫാറ്റ് മിൽക്ക് പൗഡർ 3 ടേബിൾ സ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടല്ലോ, അതിന് പകരമായിട്ട് 1/4 കപ്പ് ചെറു ചൂടുപാൽ എടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എക്സ്ട്രാ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് 1 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റും ഈ സമയം കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവിൻ്റെ നടുക്ക് ഇതുപോലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കിട്ടണം. അതായത് ഒരു ചപ്പാത്തി മാവിനേക്കാളും ഒക്കെ സോഫ്റ്റായിട്ട് ഉള്ളൊരു മാവാക്കി എടുക്കണം ഇത്. ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഡബിൾ ദ ക്വാണ്ടിറ്റി ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഒരു 1 മണിക്കൂർ മാറ്റി വെക്കണം. അത്യാവശ്യം വാമായിട്ടുള്ളൊരു സ്ഥലത്ത് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ടോ കവർ ചെയ്ത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ 1 മണിക്കൂർ എന്നുള്ളത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ചൂടും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈസ്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ട് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും കേട്ടോ. ചിലപ്പം 1 മണിക്കൂർ എന്നുള്ളത് 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ എടുത്തൊന്നും വരും. ഇപ്പം നമ്മൾ മാവ് പൊങ്ങാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു മിനിറ്റൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകയിലേക്കോ വല്ലതും ഈ മാവ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോളിംഗ് പിൻ ഉപയോഗിച്ച് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പം ഭയങ്കര തിന്നായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിക്ക് തന്നെ ആയിരിക്കണം നമ്മുടെ മാവിരിക്കുന്നത്. സോഫ്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ ഒരു തിക്നെസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഡോനറ്റിൻ്റെ ഷേപ്പിൽ. അപ്പം ഞാനിവിടെ ഒരു കുക്കി കട്ടറാണ് എടുത്തിരിക്കുന്നത്. കുക്കി കട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ പാത്രത്തിൻ്റെയൊക്കെ അടപ്പ് മതി. ഒരു വലിയ അടപ്പും ഒരു ചെറിയ അടപ്പും എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൊരു ഹോള് പോലെ ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ പാത്രത്തിൻ്റെ ഒരു ചെറിയ അടപ്പാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ നടുഭാഗം വരുന്നിടം പിന്നെ അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഡോനറ്റ് കട്ട് ചെയ്തെടുത്തത് മാത്രം വെക്കുകയാണ്. ബാക്കിയുള്ള മാവിങ്ങ് എടുക്കുവാണ്. ഈ മാവിനി കളയരുത് കേട്ടോ. ഇത് നമുക്ക് വീണ്ടും എന്താ പറയുക, പരത്തിയിട്ട്
നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഡോനട്ട്സ് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ആ നടുക്കത്തെ പോർഷൻ മാറ്റിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഒട്ടിപ്പിടിക്കുമെന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം മൈദ ഈ പ്ലേറ്റിലേക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ബാക്കിയുള്ള മാവുണ്ടല്ലോ, അതായത് നമ്മൾ ഈ ഡോനട്ട് ഷേപ്പ് ചെയ്തതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയ മാവുണ്ടല്ലോ, അതും വീണ്ടും കുഴച്ച് ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഒരുപാട് ലെങ്ത് കൂടി പോവും വീഡിയോയുടെ. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് അരമണിക്കൂറും കൂടി ഇതൊന്ന് മാറ്റി വെക്കണം, സെക്കൻഡ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരും. ആ അരമണിക്കൂറും കൊണ്ട് നമുക്ക് ഡോനട്ടിനുള്ള ടിപ്സ് തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു 1/4 കപ്പ് പഞ്ചസാരയാണ്. ആ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 3/4 ടീസ്പൂൺ സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഐസിങ് ഷുഗർ വേണമെങ്കിൽ എടുക്കാം. ഇനി ഈ സിനമൺ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് പഞ്ചസാര പൊടിച്ച് എടുത്താലും മതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിപ്പ്. ഇനി രണ്ടാമത്തെ ഡിപ്പ് എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് സോസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സോസ് പാനിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. നമുക്ക് ഈസിലി ഇത് എടുക്കാൻ പറ്റുന്ന ഒരു ബൗളായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ അടിയിലുള്ള വെള്ളത്തിൽ ഈ ബൗൾ ടച്ച് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആ ആവി കൊണ്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചോക്ലേറ്റ് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് 1/2 കപ്പ്, അതായത് ഏകദേശം ഒരു 60 ഗ്രാം സെമി സ്വീറ്റ് ചോക്ലേറ്റ് ആണ്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂണും കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അപ്പം അടിയിലത്തെ ആ തിളച്ച വെള്ളത്തിൽ നിന്ന് വരുന്ന ആവി കൊണ്ട് വേണം ഇത് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട്. സെമി സ്വീറ്റ് ചോക്ലേറ്റ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം, മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇതൊരു 3/4 ഭാഗം ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോഴത്തേക്ക് ആ ബാക്കിയുള്ള ചോക്ലേറ്റും കൂടെ ഉരുകിക്കോളും. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് സോസിന് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസി. ഇനി ഇത് തണുത്ത് കഴിയുമ്പം കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒന്ന് ചേർത്ത് ഒന്നൊരു മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ വരും. ഞാൻ ഈ എടുത്തിരിക്കുന്നത് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം മധുരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് വേറെ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ എടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം കൂടുതൽ മധുരം വേണമെന്ന് തോന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയോ ഐസിങ് ഷുഗറോ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഡോനട്ട്സ് സെക്കൻഡ് പ്രൂഫിങ്ങിന് വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ആ ബാക്കിയുള്ള മാവും പരത്തി ഇതുപോലെ ഡോനട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം എനിക്കൊരു 13 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ വെച്ചതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് വലുതായി വന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് നമുക്ക് വേണ്ടുന്ന ആ പരുവം. ഇനി ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ഡോനട്ട്സ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടാകുന്നിടം വരെ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഡോനട്ട്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും തീ കുറച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് തന്നെ ആവും ഡോനട്ട്സ്. അതുകൊണ്ട് ഇതിട്ടിട്ട് നമ്മൾ വേറെ എങ്ങും പോകരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് മൂത്തതുപോലെയാകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തീ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അകമൊന്നും വേഗില്ല. ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് ആ ഒരു നല്ലൊരു ഷേപ്പിലേക്കും വന്നു. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ടും വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറ് ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഡോനട്ട്സിൻ്റെ ആ കറക്റ്റ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഡോനട്ട്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡോനട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അകമൊക്കെ ആണെങ്കിലും കണ്ടോ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുമുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡിപ്പിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ പഞ്ചസാര വെച്ചിട്ടുള്ള ഡിപ്പിലാണ് ഇപ്പം ഒന്ന് മുക്കിയെടുക്കുന്നത്. ഇത് ചെറു ചൂടോടെ വേണം ഈ പഞ്ചസാരക്കകത്ത് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര അതിലേക്ക് കോട്ടായിട്ട് ഇരിക്കില്ല.
ഞാനൊരു 2-3 എണ്ണം മാത്രമേ ഉള്ളൂ ഈ പഞ്ചസാര പൊടിച്ചതിനകത്ത് ഡിപ്പ് ചെയ്തെടുക്കുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം നമ്മൾ ചോക്ലേറ്റ് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലും ചോക്ലേറ്റ് സോസിലാണ് ഡിപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഈ സ്പ്രിങ്കിൾസ് നമുക്ക് പല ഷേപ്പിലും പല കളറിലും ഉള്ളത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ ചോക്ലേറ്റ് സോസ് മാത്രം മതി, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആക്കാമെന്ന് മാത്രം സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ പല വെറൈറ്റീസ് ഉള്ള സ്പ്രിങ്കിൾസ് ഞാൻ ഈ ഓരോ ഡോണറ്റ്സിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ടും കുറച്ച് സ്പ്രിങ്കിൾസ് ഇല്ലാതെയൊക്കെ. വെക്കേഷൻ ടൈം ആണല്ലോ, അപ്പം എല്ലാവരും മറക്കാതെ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് എന്താണെങ്കിലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഈ റെസിപ്പീസൊക്കെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.